ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളത്തിലെ 3ാമത്തെ യൂണിറ്റായ നൽകുകിൽ നേടാം എന്നതിലെ ഫസ്റ്റ് പാഠമാണ് വയൽ കാഴ്ചകൾ എന്നൊരു കവിതയും അതിന്റെ തുടർ പ്രവർത്തനങ്ങളുമാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തു നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടിയിട്ട് സ്റ്റഡി 6 ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. വെള്ളം കോരാൻ പോകുമ്പോഴാണ് പെൺകുട്ടി അത് കണ്ടത്. പാവം പൂമ്പാറ്റ ഈ മുൾച്ചെടികൾക്കിടയിൽ എങ്ങനെ പെട്ടു? അത് ചിറകു വിടർത്തിയാൽ കീറിപ്പോയത് തന്നെ, അവൾ വിചാരിച്ചു. അവൾ അതീവ ജാഗ്രതയോടെ പൂമ്പാറ്റയെ പുറത്തെടുത്തു. ഹാവു, സുന്ദരി പൂമ്പാറ്റ, ഇനി നീ പേടിക്കണ്ട, പറന്നുപോയിക്കോ, അവൾ പറഞ്ഞു. പെട്ടെന്ന് പൂമ്പാറ്റ ഒരു മാലാഖയായി മാറി. മാലാഖ പറഞ്ഞു, സുന്ദരി, നീയും പേടിക്കേണ്ട, നിന്റെ നല്ല മനസ്സിന് ഞാനൊരു വരം തരാം, ചോദിക്കൂ. മാലാഖ നിർബന്ധിച്ചപ്പോൾ പെൺകുട്ടി വരം ചോദിച്ചു. എങ്കിൽ എനിക്കെന്നും സന്തോഷമായിരിക്കാനുള്ള വരം തരൂ. ഉടൻ മാലാഖ അവളുടെ കാതിൽ ഒരു രഹസ്യം പറഞ്ഞു. അന്നു മുതൽ അവൾ ആഹ്ലാദവതിയായി. കാലം കടന്നുപോയി. പെൺകുട്ടി യുവതിയായി, അമ്മയായി, അമ്മുമ്മയായി, ഒടുവിൽ മരണശയ്യയിലും. നോക്കൂ, ഇപ്പോഴും അവർ സന്തുഷ്ടയാണ്. അതിന്റെ രഹസ്യം നമുക്കൊന്ന് ചോദിക്കാം. ഓ, അതാണോ മക്കളെ കാര്യം? രഹസ്യം പറയാം, കേട്ടോളൂ. വൃദ്ധ മാലാഖയുടെ കഥ പറഞ്ഞു കേൾപ്പിച്ചു. എന്താണ് മുത്തശ്ശി അന്ന മാലാഖ കാതിൽ പറഞ്ഞ രഹസ്യമന്ത്രം? പറയാം മക്കളെ. മാലാഖ പറഞ്ഞു, നിന്നെ കൊണ്ട് ഈ ലോകത്തിൽ എല്ലാവർക്കും ആവശ്യമുണ്ട്. ഇത് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ചോളൂ. ആനന്ദത്തിന്റെ രഹസ്യം എന്ന ജോൺ സി ജേക്കബ് എഴുതിയ പുസ്തകത്തിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗമാണ് കേട്ടോ. ഇതിനെ ആസ്പദമാക്കി 2 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ചോദ്യം 1, പൂമ്പാറ്റയെ പെൺകുട്ടി എങ്ങനെയാണ് സഹായിച്ചത്? ഉത്തരം, പൂമ്പാറ്റ മുൾച്ചെടികൾക്കിടയിൽ പെട്ടുകിടക്കുകയായിരുന്നു. അത് ചിറക് വിടർത്തിയാൽ മുള്ളുകൊണ്ട് അതിന്റെ ചിറക് കീറിപ്പോകുമെന്ന് പെൺകുട്ടിക്ക് മനസ്സിലായി. അവൾ അതീവ ശ്രദ്ധയോടെ പൂമ്പാറ്റയെ പുറത്തെടുത്ത്, നീ പേടിക്കേണ്ട, പറന്നുപോയിക്കോ എന്ന് പറഞ്ഞു. ചോദ്യം 2, മാലാഖയുടെ രഹസ്യമന്ത്രം എന്തായിരുന്നു? ആ മന്ത്രം പെൺകുട്ടിയുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം എന്തായിരുന്നു? നിന്നെ കൊണ്ട് ഈ ലോകത്തിൽ എല്ലാവർക്കും ആവശ്യമുണ്ട്. ഇത് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ചോളൂ എന്നായിരുന്നു മാലാഖ നൽകിയ രഹസ്യമന്ത്രം. ആ മന്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അവൾ എപ്പോഴും ആഹ്ലാദവതിയായി ജീവിച്ചു. കാലം കടന്നുപോയി. പെൺകുട്ടി യുവതിയായി, അമ്മയായി, അമ്മുമ്മയായി, ഒടുവിൽ മരണശയ്യയിലും എത്തി. അപ്പോഴും അവർ സന്തുഷ്ടയായി കാണപ്പെട്ടു. നമ്മൾ ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കുമ്പോൾ ജീവിതം സന്തോഷം നിറഞ്ഞതാകും. നമ്മെ കൊണ്ട് എല്ലാവർക്കും ആവശ്യമുണ്ട് എന്ന ബോധ്യത്തിലാവണം നമ്മുടെ ജീവിതം. ചുറ്റുപാടുകളെയും പ്രകൃതിയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ചുറ്റുമുള്ളവരെ നോവിക്കാതെ ആവശ്യങ്ങൾ നിറവേറ്റി ജീവിക്കുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നതും അതിൽ സന്തോഷം നിറയുന്നതും. ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം. പ്രകൃതിയോട് ചേർന്ന് നിന്നും പ്രകൃതിയിൽ ഇടപെട്ടുമാണ് കൃഷി മുന്നോട്ട് പോയത്. വയൽക്കാഴ്ചകൾ എന്ന കവിതയിൽ നമുക്ക് പഠിക്കാനുള്ളത് കൃഷിയുടെ ആ കാലഘട്ടത്തെ കുറിച്ചാണ്. വയൽക്കാഴ്ചകൾ. പേമഴ പെയ്തേ പാരമിരുളും പുലർക്കാലം, പൂഴി കീഴ്മേലായി 2 ഭാഗത്തും മറിയവേ, കാളയെ പൂട്ടി തയ്യാറാക്കിയ ചെമ്മൺമേട്ടിൽ കീറിയോരിറച്ചി പോൽ നീർവാലും നികരിച്ചാലിൽ, ഊന്നിയ വിത്തൊക്കെയും മുളച്ചു പൊന്തിയിടുമ്പോൾ തിന്നുവാൻ വന്നെത്തിയ കലമാൻ പറ്റം പോലെ, പനയോലയായി തീർത്തു കാൽ നീണ്ട കുട ചൂടി പണിയാനുത്സാഹം പൂണ്ടെത്തിയ കൃഷി വളർ, പറകൊട്ടിടും താളമൊപ്പിച്ചു കൊത്തിക്കിളച്ചടിവോടെ കളക്കുറ്റികൾ പറിക്കുന്നു. വിസ്തൃതം പുനം, അതിൽ വിളഞ്ഞു വരക്, ഇനി എത്രയും രുചിയിടും അതിന്റെ കതിരുകൾ, ഉണ്ണുവാനിങ്ങെത്തിയിടും തലയിൽ കുടുമയും വർണ്ണചിത്രമാം വാലുമിയലും മയിലുകൾ, പുറമേ കറുപ്പിഴും വരകിൻ കതിർ തിന്നിട്ടവ പീലികൾ വിരിച്ചെത്രയും പുളപ്പോടെ, കൊല്ലയിൽ ഉഴുന്നവരുച്ചയ്ക്ക് ചോറുണ്ണുമ്പോൾ തെല്ലൊരു തണൽ കിട്ടാൻ വെട്ടാതെ നിർത്തിയിട്ടുള്ള വലുതാമില്ലയിടും കരുന്തമരത്തിന്റെ വളഞ്ഞ കൊമ്പിൽ കേറി അന്തസ്സാർന്നിരുന്നിടും. എന്താ മക്കളെ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്? ചെറിയൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓരോ വരികളായി നോക്കാം. പേമഴ പെയ്തേ പാരമിരുളും പുലർക്കാലം, പൂഴി കീഴ്മേലായി 2 ഭാഗത്തും മറിയവേ. എന്താണ്? പേമഴ പെയ്ത ശേഷം, പെരുമഴ പെയ്ത ശേഷം ഭൂമി ഇരുട്ടായി കിടക്കുന്ന, അതായത് നേരം പുലരുന്ന ആ സമയമുണ്ടല്ലോ, പുലർക്കാലത്ത് ഇരുട്ടായിരിക്കുമല്ലോ. പുലർക്കാലത്ത് പൂഴി കീഴ്മേലായി 2 ഭാഗത്തും മറിയവേ. അതായത് കൃഷി ഭൂമിയെ കുറിച്ചാണ് അവിടെ പറയുന്നത്.
കാളയെ പൂട്ടി തയ്യാറാക്കിയ ചെമ്മൺമേട്ടിൽ കീറിയോരിറച്ചി പോൽ നീർവാലും കരിച്ചാലിൽ. അപ്പോ കാളപൂട്ട് കഴിഞ്ഞ് എന്തിനാണ്? വിത്ത് വിതയ്ക്കാനല്ലേ? അങ്ങനെ കാളപൂട്ടി തയ്യാറാക്കിയ ആ ചെമ്മൺമേട്ടില് ചെമ്മണ്ണിന്റെ എന്താ പറയാ പാടത്ത് എങ്ങനെയാണ് ഒരു കരിച്ചാലുണ്ട്, ഒരു നീർച്ചാലുണ്ട് അവിടെ. എങ്ങനെ കീറിയൊരു ഇറച്ചി പോൽ, അങ്ങനെ ചെറുതായിട്ട് ഇറച്ചി കീറിയതുപോലെ അങ്ങനെ ഒഴുകുന്ന ഒരു നീർച്ചാലിലൂടെ ഊന്നിയ വിത്തൊക്കെയും മുളച്ചു പൊന്തിടുമ്പോൾ അവര് വിതച്ച വിത്തെല്ലാം മുളച്ചു പൊന്തിടുന്നുണ്ട്. ആ സമയത്ത് തിന്നുവാൻ വെന്നെത്തിയ കലമാൻ പറ്റം പോലെ പനയോലയാൽ തീർത്തു കാൽ നീണ്ട കൂടെ ചൂടി പണിയാൻ ഉത്സാഹം പൂണ്ടെത്തിയ കൃഷിവലർ. എങ്ങനെയാണ്? ആ വിത്ത് തിന്നാൻ എത്തുന്ന ഒരു കലമാൻ പറ്റം പോലെ, കലമാനിന്റെ കൂട്ടം പോലെ പനയോല തലപ്പ് കൊണ്ട് എന്താണ് അവരുണ്ടാക്കിയ അവര് കെട്ടുന്ന ആ തൊപ്പിയാണ് പറയുന്നത്. ആ തൊപ്പിയിട്ട് അവർ വരുന്നുണ്ട്. എങ്ങനെ? കാൽ നീണ്ട കുട ചൂടി പണിയാൻ ഉത്സാഹം പൂണ്ടെത്തി, ഉത്സാഹത്തോടെ കൃഷിഭൂമിയിൽ പണിയെടുക്കാൻ കർഷകര് വന്നെത്തുന്നുണ്ട്. പറകൊട്ടിടും താളമൊപ്പിച്ചു കൊത്തിക്കിളച്ചടിവോടെ കളക്കുറ്റികൾ പറിക്കുന്നു. എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നു? പറകൊട്ടി താളമൊപ്പിച്ച് അതേ താളത്തിൽ എന്ത് ചെയ്യുന്നു? എല്ലാവരും കൂടെ അവിടെയുള്ള കള പറിക്കുന്നു. കള എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കൃഷിയിൽ അതിലുണ്ടാവുന്ന പാഴ് വിത്തുകളെ അല്ലെ പാഴ് ചെടികളെയാണ് നമ്മൾ കള എന്ന് പറയാ. അതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആ കള പറിച്ചു ഒഴിവാക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നെല്ല് കൊയ്യുന്ന സമയത്ത് ഈ കളയും അതിൽ പെട്ടുപോകും. അപ്പോൾ അത് പറിച്ചൊഴിവാക്കുകയാണ് കർഷകർ ചെയ്യുന്നത്. വിസ്തൃതം പുനം അതിൽ വിളഞ്ഞു വരക്, ഇനി എത്രയും രുചിയെഴും അതിന്റെ കതിരുകൾ. ഉണ്ണുവാൻ ഇങ്ങത്ത് എത്തിയിടും തലയിൽ കുടുമയും വർണ്ണ ചിത്രമാം വാലുമിയലും മയിലുകൾ. വിസ്തൃതം പുനം എന്ന് വെച്ചാൽ വളരെ വിസ്താരമുള്ള. പുനം എന്ന് വെച്ചാൽ കാട് പിടിച്ച ഒരു ഭൂമിയെ പ്രദേശത്തെയാണ് പറയുന്നത്. അത് അങ്ങനെയുള്ള ആ പ്രദേശത്ത് എന്ത് വിളഞ്ഞു? വരക് വിളഞ്ഞു. വരക് എന്ന് വെച്ചാൽ നെല്ല് പോലെയുള്ള ഒരു ചെറിയൊരു ധാന്യമാണ്. അത് വിളഞ്ഞു. ഇനി അതിന്റെ രുചിയായിരിക്കും, അതിന്റെ രുചിയിലുള്ള കതിരുകളൊക്കെ മുളച്ചു വന്നും കതിര് വരുന്ന സമയത്ത് അത് കഴിക്കാൻ ആരെത്തും? തലയില് കുടുമയൊക്കെ ചൂടിയ ഒരു വർണ്ണ ചിത്രം പോലെയുള്ള മയിലുകൾ പറന്നെത്തും. പുറമേ കറുപ്പിഴും വരകിൻ കതിർ തിന്നിട്ടവ പീലികൾ വിരിച്ചെത്രയും പുളപ്പോടെ കൊല്ലയിൽ ഉഴുച്ചയ്ക്കും ചോറുണ്ണുമ്പോൾ തെല്ലൊരു തണൽ കിട്ടാൻ വെട്ടാതെ നിർത്തിയിട്ടുള്ള വലുതാമിലയും കരന്ത മരത്തിന്റെ വളഞ്ഞ കൊമ്പിൽ കയറി അന്തസ്സായി ഇരുന്നിടും. അല്ലെ? എന്താ പറയുന്നത് മക്കളെ? വരകിന്റെ പുറത്തുള്ള ഒരു തൊലി എന്ന് പറയുന്നത് ഒരു കറുത്ത നിറത്തിലുള്ള തോടാണ്. അത് കഴിക്കാൻ അവർ മയിലുകളൊക്കെ വരും, പീലികളൊക്കെ വിരിച്ച്. ആ സമയത്ത് കർഷകർ ഉച്ച സമയത്ത് അവര് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവിടെ തണലിന് വേണ്ടിയിട്ട്, കൃഷിഭൂമിയിലെ തണലിന് വേണ്ടിയിട്ട് വെട്ടാതെ വെച്ചിട്ടുള്ള ഒരു കുരുന്ത മരം ഉണ്ട്. അതെന്താണ്? അതായത് നമ്മുടെ കാട്ടുനാരകത്തിന്റെ മരത്തെയാണ് അവിടെ പറയുന്നത്. ഈ കാട്ടുനാരക മരത്തില് മയിലുകള് വന്നിരിക്കുന്നു എന്നാണ് കവി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരു കൃഷിഭൂമിയിൽ മയിലുകള് അതിന്റെ വിള തിന്നാൻ അല്ലെങ്കിൽ അതിന്റെ കതിര് തിന്നാൻ വരുന്ന ആ മനോഹരമായ കാഴ്ചയാണ് ഈ വരികളിലൂടെ കവി എന്ത് ചെയ്തിട്ടുള്ളത്? ചിത്രം വരച്ചിരിക്കുന്നത് പോലെ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്കിതിലെ തുടർ പ്രവർത്തനങ്ങൾ നോക്കാം. ഈണത്തിൽ ചൊല്ലാം. സംഘങ്ങളായി കവിത ഈണത്തിൽ ചൊല്ലൂ. കവിത ചൊല്ലുന്നത് കൂടുതൽ മികച്ചതാവാൻ എന്തെല്ലാം കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. അപ്പൊ മക്കൾ ഇത് താളത്തില് ചൊല്ലുക. ഗ്രൂപ്പായിട്ടോ സ്വന്തമായിട്ടോ ചൊല്ലാവുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല അക്ഷര സ്ഫുടതയോട് കൂടിയിട്ട് ചൊല്ലുക. കൃത്യമായ താളാത്മകമായിട്ട് വേണം കവിത ചൊല്ലാനായിട്ട്. എങ്കിലേ കവിത മികച്ചതാവൂ. ഇനി അടുത്ത ചോദ്യം നോക്കാം. കവിതയിലെ കാഴ്ചകൾ. മഴ പെയ്യുന്ന പ്രഭാതം. നമുക്ക് ഒരു 6 വരി എന്താ പറയാ ആശയങ്ങൾ തന്നിട്ടുണ്ട്. ആ ആശയങ്ങൾ വരുന്ന വരികൾ കണ്ടെത്തി ചൊല്ലാനാണ് അടുത്ത ചോദ്യം. ഒന്നാമത്തേത് നോക്കൂ. മഴ പെയ്യുന്ന പ്രഭാതം. അത് വരുന്ന വരികൾ ഏതാണ്? പേമഴ പെയ്കെ പാരമിരുളും പുലർക്കാലം. 2, വയലിൽ വെള്ളം വാർന്നു പോകുന്ന ചാലുകൾ. കീറിയോരിറച്ചി പോൽ നീർവാലും കരിച്ചാലിൽ. 3, കൃഷിക്കാരുടെ വരവ്. പനയോലയാൽ തീർത്തു കാൽ നീണ്ട കുട ചൂടി പണിയാൻ ഉത്സാഹം പൂണ്ടെത്തിയ കൃഷിവലർ. 4, കള പറിക്കുന്ന കൃഷിപ്പണിക്കാർ. പറകൊട്ടിടും താളമൊപ്പിച്ചു കൊത്തിക്കിളച്ചടിപോയരോടെ കളക്കുറ്റികൾ പറിക്കുന്നു. 5, കതിര് കൊത്താൻ വരുന്ന മയിലുകളുടെ ഭംഗി. എത്രയും രുചിയെഴും അതിന്റെ കതിരുകൾ ഉണ്ണുവാനിങ്ങെത്തിയിടും തലയിൽ കുടുമയും വർണ്ണചിത്രമാം വാലുമിയലും മയിലുകൾ. 6, മയിലുകളുടെ മരത്തിൽ കയറിയുള്ള ഇരിപ്പ്. വലുതാമിലയിടും കുരന്ത മരത്തിന്റെ വളഞ്ഞ കൊമ്പിൽ കയറി അന്തസ്സാർ നിരുന്നിടും. ഇത്രയുമാണ് വരികൾ വരുന്നത്. അടുത്ത ചോദ്യം. ചിത്രത്തിലൂടെ കവിതയിലേക്ക്. കവിതയോടൊപ്പം പുസ്തകത്തിൽ കൊടുത്ത ചിത്രവുമായി ബന്ധപ്പെട്ട വരികൾ കണ്ടെത്തി എഴുതൂ. അപ്പൊ ആ ചിത്രം മക്കൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇതാണ് ചിത്രം വരുന്നത്. ഇതിൽ നമുക്ക് ആദ്യം മഴ പെയ്യുന്നത് കാണാം അല്ലെ?
മഴ പെയ്യുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരികൾ ഏതാണ്? പേമഴ പെയ്കെ പാരമിരുളും പുലർക്കാലം പൂഴി കീഴ്മേലായി രണ്ടു ഭാഗത്തും മറിയവേ. പിന്നെ അതുപോലെ കൃഷിപ്പണിക്കാര് അവരുടെ കുട ചൂടി നിൽക്കുന്ന ഒരു ചിത്രം കാണാം അല്ലെ. അപ്പൊ ആ വരുന്ന വരികള് പനയോലയാൽ തീർത്തു കാൽ നീണ്ട കുട ചൂടി പണിയാൻ ഉത്സാഹം പൂണ്ടെത്തിയ കൃഷിവലർ. പിന്നെ അവിടെ അവര് കള പറിക്കുന്ന ചിത്രമുണ്ട്. പറകൊട്ടിയിടും താളമൊപ്പിച്ചു കൊത്തിക്കിളച്ചടിവേരോടെ കളക്കുറ്റികൾ പറിക്കുന്നു. പിന്നെ ഒരു ഒരു മരത്തിൽ മയിലിരിക്കുന്ന ചിത്രമുണ്ട്. അത് വരുന്ന വരികളോ? വലുതാമിലയിടും കുരുന്തമരത്തിന്റെ വളഞ്ഞ കൊമ്പിൽ കയറി അന്തസ്സാർന്നിരുന്നിടും. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അടുത്ത ചോദ്യം, പണ്ടത്തെ വാക്കുകൾ. നമ്മൾ ഇന്ന് ഉപയോഗിക്കാത്ത ചില വാക്കുകൾ ഈ കവിതയിലുണ്ട്. ഉദാഹരണം പുനം. കവിതയിലെ അത്തരം വാക്കുകൾ കണ്ടെത്തി എഴുതൂ. അവയുടെ അർത്ഥം ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? നിഘണ്ടു നോക്കി അർത്ഥം കണ്ടെത്തൂ. ഇങ്ങനെ ഇന്ന് ഉപയോഗത്തിലില്ലാത്ത വാക്കുകൾ ഈ കവിതയിൽ ചേർത്തതിന് കാരണം എന്താവാം? ചർച്ച ചെയ്യൂ. നമുക്ക് ആദ്യം കവിതയിൽ പ്രയോഗിച്ച പഴയ കാലത്തെ വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് പുനം. പുനം എന്ന് വെച്ചാൽ കാട് പിടിച്ച ഭൂമി എന്നാണ് അർത്ഥം. പിന്നെ വരക്, പുല്ലുവറക് കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുധാന്യമാണ്. കുടുമ, പുരുഷന്മാർ പണ്ട് നീട്ടി വളർത്തി കെട്ടിവെക്കുന്ന തലമുടിയാണ്. കൊല്ല, മലയരികിലെ കൃഷിഭൂമി. തെല്ല്, കുറച്ച്. കുരുന്തമരം, കാട്ടുനാരകം. ഇനി ഈ വാക്കുകൾ കവിതയിൽ പ്രയോഗിക്കാൻ കാരണം എന്തെന്ന് നോക്കാം. പണ്ടുകാലത്ത് തമിഴ്നാട്ടിൽ ചെയ്തിരുന്ന കൃഷികളെ കുറിച്ചാണ് കവിതയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ കൃഷിരീതിയിൽ നിന്നും വ്യത്യസ്തമായി കളക്കുറ്റികൾ പറിക്കുന്ന സമയത്ത് പറ കൊട്ടുന്ന കാഴ്ച കവിതയിൽ കാണാം. മലയരികിലാണ് അവരുടെ കൃഷിഭൂമി. അതുകൊണ്ട് പക്ഷിമൃഗാദികളൊക്കെ കൃഷിയിടത്തിലെത്തി അവയുടെ വിശപ്പ് മാറ്റിയിരുന്നു. മയിലുകൾ പാടത്തെത്തി കതിരുകൾ കഴിക്കുന്നതിനെ കുറിച്ച് കവിതയിൽ പറയുന്നുണ്ട്. പഴയകാലത്തെ കൃഷിയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും വർണ്ണിക്കുന്നതിനാൽ ഇന്ന് ഉപയോഗത്തിലില്ലാത്ത പല വാക്കുകളും കവിതയിൽ കടന്നു വന്നിട്ടുണ്ട്. അടുത്ത ചോദ്യം, മറ്റൊരു കൃഷിക്കാഴ്ച. മണ്ണിന്റെ മാറിൽ എന്ന ചെറുകാടിന്റെ ഒരു പുസ്തകത്തിൽ നിന്നുള്ള ചെറിയൊരു ഭാഗം തന്നിട്ടുണ്ട്. ആദ്യം അത് വായിക്കൂ. തന്റെ കൃഷിസ്ഥലത്തെ വിത്തിറക്കാൻ പാകപ്പെടുത്തി കൃഷിക്കാരനായ കൊണ്ടേരൻ കാത്തിരിക്കുമ്പോൾ പുതുമഴ പെയ്തു. കാടുകത്തിയ പന്നിക്കോടൻ മലയുടെ ചാരവെള്ളം ചാലുകളിൽ കൂടെ ഒലിച്ചിറങ്ങി അത്തിക്കോട്ടിൽ തളം കെട്ടി നിന്നു. വേർപ്പണിഞ്ഞ ഭൂമിദേവിയെ കെട്ടിപ്പുണർന്നുകൊണ്ട് കുളിർക്കാറ്റു വീശി. പാറ്റകൾ പറന്നുയർന്നു. പൂക്കുറ്റിപ്പൊരി പോലെ നിലത്തു വീണിഴഞ്ഞു തൂങ്ങിക്കിടക്കുന്ന കൊന്നക്കുലകൾ, കുളിർത്തു പച്ചിലപ്പടർപ്പായ അത്തികൾ, ചിലയ്ക്കാൻ തുടങ്ങുന്ന തവളകൾ എല്ലാം കണ്ടും കേട്ടും കൊണ്ടേരൻ തുള്ളിച്ചാടി. വയൽക്കാഴ്ചകൾ എന്ന കവിതയിലും ചെറുകാടിന്റെ നോവൽ ഭാഗത്തും അവതരിപ്പിച്ചിരിക്കുന്ന കൃഷിയിടങ്ങളുടെ സവിശേഷതകളും സൗന്ദര്യവും താരതമ്യം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കൂ. അവ ചേർത്ത് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കൂ. വയൽക്കാഴ്ചകൾ എന്ന കവിതയിൽ വയലുകളുടെ വിശാലമായ സൗന്ദര്യവും കാർഷിക ജീവിതത്തിന്റെ ലാളിത്യവുമാണ് പ്രധാനമായും ചിത്രീകരിച്ചിരിക്കുന്നത്. കവിതയിൽ വയലുകൾ പ്രകൃതിയുടെ ഒരു ഭാഗമായി സമാധാനപരവും ശാന്തവുമായ ഒരു അന്തരീക്ഷം നൽകുന്നു. കർഷകരുടെ അധ്വാനവും പ്രകൃതിയോടുള്ള അവരുടെ അടുപ്പവും ഇവിടെ വ്യക്തമാണ്. വയലിലെ നെൽക്കതിരുകളും പക്ഷികളുടെ കളകളാരവങ്ങളും പ്രകൃതിയുടെ സൗന്ദര്യത്തെ എടുത്തു കാണിക്കുന്നു. മണ്ണിന്റെ മാറിൽ എന്ന നോവൽ ഭാഗത്തിൽ കൊണ്ടേരൻ എന്ന കർഷകൻ തന്റെ കൃഷിയിടം വിത്തിറക്കാൻ പാകപ്പെടുത്തി മഴ കാത്തിരിക്കുന്നതും പുതുമഴ പെയ്യുമ്പോൾ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുമാണ് വിവരിക്കുന്നത്. കാട് കത്തിയ പന്നിക്കോടൻ മലയുടെ ചാരവെള്ളം ഒലിച്ചിറങ്ങുന്നതും കുളിർക്കാറ്റ് വീശുന്നതും കൊന്നക്കുലകൾ തൂങ്ങിക്കിടക്കുന്നതും തവളകൾ ചിലയ്ക്കുന്നതും എല്ലാം പ്രകൃതിയുടെ ഉണർവിനെ സൂചിപ്പിക്കുന്നു. ഈ ഭാഗം പ്രകൃതിയുടെ ചലനാത്മകതയും കർഷകന്റെ പ്രകൃതിയോടുള്ള ആത്മബന്ധവും എടുത്തു കാണിക്കുന്നു. വയൽക്കാഴ്ചകൾ വയലിന്റെ പൊതുവായ സൗന്ദര്യത്തിനും ശാന്തതയ്ക്കും ഊന്നൽ നൽകുമ്പോൾ, മണ്ണിന്റെ മാറിൽ പുതുമഴ പെയ്യുമ്പോൾ പ്രകൃതിയിൽ ഉണ്ടാകുന്ന സൂക്ഷ്മമായ മാറ്റങ്ങളെയും ഉണർവിനെയും വിശദീകരിക്കുന്നു. രണ്ടു ഭാഗങ്ങളിലും കർഷകന്റെ സാന്നിധ്യമുണ്ട്. വയൽക്കാഴ്ചകളിൽ കർഷകൻ പ്രകൃതിയുടെ ഭാഗമായി ചിത്രീകരിക്കപ്പെടുമ്പോൾ, മണ്ണിന്റെ മാറിൽ കൊണ്ടരൻ എന്ന വ്യക്തിയുടെ കാത്തിരിപ്പും സന്തോഷവും എടുത്തു കാണിക്കുന്നു. മണ്ണിന്റെ മാറിൽ എന്ന ഭാഗത്തിൽ പുതുമഴയെ വരവേൽക്കുന്ന കൊണ്ടരന്റെ സന്തോഷം കൂടുതൽ വൈകാരികമായി അവതരിപ്പിക്കുന്നു. വയൽക്കാഴ്ചകൾ എന്ന കവിതയിൽ പ്രകൃതിയുടെ സൗന്ദര്യത്തിലൂടെയാണ് വൈകാരികത പ്രകടമാകുന്നത്. കവിതയിൽ പ്രകൃതിയുടെ ശാന്തതയും സൗന്ദര്യവുമാണ് പ്രധാനമെങ്കിൽ, നോവൽ ഭാഗത്തിൽ പ്രകൃതിയുടെ ചലനാത്മകതയും കർഷകന്റെ പ്രകൃതിയോടുള്ള ആത്മബന്ധവുമാണ് എടുത്തു കാണിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും കവിതയുടെ ആശയവും അതുപോലെ അതിൽ ചെയ്തിട്ടുള്ള ചോദ്യോത്തരങ്ങളൊക്കെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പൊ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്